ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രസിദ്ധമായ മധുര മീനാക്ഷി ക്ഷേത്രത്തിനടുത്തുള്ള കേരള ഫുഡ് ഫർണിച്ചർ ഷോറൂമാണ്. ഇതിൻ്റെ ഉടമയും ഇവിടുത്തെ ലീഡിംഗ് കാർപ്പറ്റ് ഡീലറുമായ ശ്രീ ജോമിഷൻ സിജയും അദ്ദേഹത്തിൻ്റെ മകൻ അരുണുമാണ് വിജയവീഥിയിലെ ഇന്നത്തെ അതിഥികൾ. നമുക്ക് അവരെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, വെൽക്കം ടു ദി ഷോ. നിങ്ങൾ നാട്ടിൽ നിന്ന് എവിടെ നിന്നാണ്? ആലപ്പുഴയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആലപ്പുഴയിൽ എവിടെ? ആലപ്പുഴ ടൗണിൽ തന്നെ വീട്. ചെമ്പരത്തി ഹൗസ്. ഇവിടെ വന്നിട്ട് ഒരുപാട് 20 വർഷമായി. 20 വർഷമായിട്ട് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫർണിച്ചർ ബിസിനസ്? ഇല്ല, കാർപ്പറ്റ് ബിസിനസ് ആയിരുന്നു. ഫസ്റ്റ് കാർപ്പറ്റ് ബിസിനസ് ആയിരുന്നു. ഇപ്പം ഈ ഫർണിച്ചർ ഷോറൂം തുടങ്ങിയിട്ട് 10 വർഷത്തോളം ആയിട്ടുള്ളൂ. ഇത് ഓൾമോസ്റ്റ് അറൗണ്ട് 10,000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ കടയുടെ. ഇത് ബിഗ് ഷോറൂമാണ്. മധുരയിലെ ഏറ്റവും വലിയ ഷോറൂമാണ്. അതുപോലെ തന്നെ കാർപ്പറ്റ്സിലും വലിയ ഷോറൂമാണ്. നിയർ ബൈ 10,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. നല്ല ബിസിനസ്സാണ്. ഫർണിച്ചർ ഐറ്റംസ് കംപ്ലീറ്റ് നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവരുന്നത്. കയറിന്റെ കാർപ്പറ്റ് ആലപ്പുഴയിൽ നിന്ന് മാനുഫാക്ചറിങ്, ആലപ്പുഴയിൽ. പിന്നെ വൂളൻ കാർപ്പറ്റ്, എല്ലാ സൈസ് കാർപ്പറ്റുകളും ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. ഓൾ ടൈപ്സ് കൂടുതൽ ശ്രദ്ധിച്ച്. അതുപോലെ മാട്രസ് ഉണ്ട്, ഡ്യൂറോപ്ലെക്സ്, കർലോൺ, എല്ലാ കമ്പനികളുടെയും മാട്രസ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. അതിൽ സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ ഏറ്റവും അധികം സെയിൽസ് ചെയ്യുന്ന ഡീലറാണ്. നമ്പർ 1 ഡീലർ. ഫാമിലിയൊക്കെ ഇവിടെ തന്നെ. 3 മക്കള്. മൂത്ത മോൻ അരുൺ, രണ്ടാമത്തെ മോൾ പഠിക്കുന്നു അഞ്ചു, മൂന്നാമത്തെ മോന് അഖിൽ സീജ. വൈഫ് തൃശ്ശൂർ ആണ് വീട്, ബീന. ഇപ്പം മധുര ഞങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഫാത്തിമ കോളേജിന്റെ ഓപ്പോസിറ്റ് പാർസൺ അപ്പാർട്ട്മെന്റ്സിൽ. അച്ഛൻ മരിച്ചുപോയി, അമ്മയുണ്ട് കൂടെ. ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു ബ്രദറ് മസ്കറ്റിലാണ്. 2 സിസ്റ്റേഴ്സ്. ഒരു സിസ്റ്റർ വന്ന് അമേരിക്കയിൽ, ഒരാൾ ആലപ്പുഴ തന്നെ ഉണ്ട്. ഇനിയൊരു സിസ്റ്റർ വന്ന് മസ്കറ്റില്. അല്ലല്ല, കാർപ്പറ്റായിട്ട് ഇവിടെ വന്നതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫർണിച്ചറായിട്ട് തുടങ്ങിയതാണ്. കേരളത്തിൽ ഞാൻ ഡ്യൂറോപ്ലെക്സിന്റെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് അതിൽ ആ ഒരു ഇതുണ്ട്. ഞാൻ ആലപ്പുഴ തന്നെ പഠിച്ചത്. ബിസിനസ്. അതെ. അല്ല, ഞാൻ സെയിൽസ് അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്ന് മധുരയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ കാർപ്പറ്റിന്റെ ഷോറൂമായിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ബൈ ചാൻസിന്റെ ഇവിടെ വന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ശ്രദ്ധിച്ചു. അതെ. കാർപ്പറ്റ് ഇല്ല, ഷോറൂം ഇല്ലായിരുന്നു ഇവിടെ. ഇപ്പോഴും ഇല്ല. മധുരയിൽ ഒരേ ഒരു ഷോറൂമുള്ളൂ. പക്ഷേ കാർപ്പറ്റിനെ സംബന്ധിച്ചിടത്തോളം, കൊയർ കാർപ്പറ്റിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് വളരെ ഡൗൺ ആയി. പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പം മറ്റുള്ള കാർപ്പറ്റ്സിനൊക്കെ റേറ്റ് കുറവായി. ഇപ്പൊ ഇല്ല. മറ്റേ ഒരു മാസം ട്രക്ക് ലോഡ് വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ 3 മാസം ട്രക്ക് ലോഡായി. കാരണം ഇത് റോ മെറ്റീരിയൽ മെയിൻ ആയിട്ട്. സെക്കൻഡ്ലി വേജസ്, മാനുഫാക്ചറിങ് ഉള്ള വേജസ് കൂടുകയും ചെയ്തു. ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല, അതുകൊണ്ടല്ല. അതുകൊണ്ട് സ്റ്റാൻഡ് ഒന്നും ഇതില്ല. ബട്ട് അതിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു ഫീൽഡായിട്ട് തോന്നി. അതെ. ഓൺലി റോസ്വുഡ്, ടീക്ക് മാത്രം. എല്ലാ ഓൾ ടൈപ്സ്. 300 വെറൈറ്റീസോളം ഉണ്ട്, ഡിസൈൻസ്. അതെ. കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്റെ മെയിൻ ആയിട്ട് കട്ടിലാണ് ഇവിടുത്തുകാർക്ക് കൂടുതൽ കാര്യം. ഫുള്ളായിട്ട് അത് കംപ്ലീറ്റ് പലകടിച്ചാണ് കൊടുക്കുന്നത്. തേക്കിന്റെ പലകടിച്ചു കൊടുക്കുന്നത്. തേക്കിന്റെ പ്രിഫർ ചെയ്യുന്നത് എല്ലാവരും അതാണ് താല്പര്യം. തേക്ക് കോസ്റ്റ്ലി ആയിട്ട് ഇവിടുത്തെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ തേക്കിന്റെ കട്ടിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ റേറ്റ് തീരെ കുറവാണ്. അതെ. അത് നോർത്ത് ഇന്ത്യൻസ് ആണ് ഇപ്പം അധികം ജോലിക്ക് വരുന്നത്. അപ്പൊ അവർക്ക് ലേബർ കോൺട്രാക്ട് കൊടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. അവര് ഇപ്പം ഒരു കട്ടിൽ 30 രൂപ എന്നുള്ളൊരു ഫിക്സ് റേറ്റ് ഉണ്ട്. ഇപ്പൊ ഒരു കാർപ്പന്റിന് 500 രൂപ കൂലിയാണെങ്കിൽ
അവർക്കൊരു കോൺട്രാക്ട് ബേസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കട്ടിൽ വന്ന് 1000-1500 രൂപയ്ക്ക് തീരും. ഇതിപ്പം നമുക്കതുകൊണ്ട് അവർക്ക് ലേബർ കോസ്റ്റ് വളരെ കുറച്ചും റോ മെറ്റീരിയൽ അവിടെയും വില കുറവാണല്ലോ, അതുകൊണ്ട് നമുക്കിവിടെ ചീപ്പായിട്ട് കിട്ടുന്ന അത്രയും അതൊരു നല്ലൊരു ഇതാണ് പോയിന്റ്. പിന്നെ ഡിസൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഏതൊക്കെ ടൈപ്പ് ഇന്ത്യൻ ഡിസൈൻസ് മാത്രമോ? ഇല്ല, ഇന്ത്യൻ ഡിസൈൻസ് മാത്രം, കേരളത്തിന്റെ ഡിസൈൻസ് മാത്രം അല്ല, കേരളത്തിൻ്റെതായുള്ള ഡിസൈൻസ് വേറെ ആരുടെ ഇല്ല, തമിഴ്നാട്ടിൽ. അതെ അതെ. അപ്പൊ ഇതെങ്ങനെ ഡിസൈൻസ് കണ്ടുപിടിക്കുന്ന എവിടെന്ന്? ഇവിടെ ഷോറൂമിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓരോ വെറൈറ്റീസും എല്ലാ വെറൈറ്റീസും വെച്ചിട്ടുണ്ട്. കാരണം ആദ്യം വരുമ്പോൾ തന്നെ അയക്കാച്ച് ഏത് കോട്ടൺ എടുക്കണമെന്നുള്ള ഡൗട്ട്, ഒന്നിനൊന്നും വെച്ചുള്ള ഡിസൈൻസ് എന്നാൽ എല്ലാവരും ഒരു എനിക്ക് കുറച്ച് ഇത് കയറി വന്നപ്പോൾ ഒരു ഭയങ്കര ഒരു പഴയ കാലത്തെ ഒരു ഡിസൈൻ, നല്ല ഇൻട്രിക്കേറ്റ് ഡിസൈൻ ചെയ്യുന്നില്ല, നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ്. ഇത് കേരളത്തിന്റെ സ്വന്തം ഡിസൈൻ അല്ല, അവര് ചെയ്തു തരുന്നതാണ്. എനിക്കിപ്പോ 5-6 സപ്ലൈസ് ഉണ്ട്, അവര് തന്നെ ഓരോരുത്തർ ഓരോ ഡിസൈൻസ് ചെയ്തു തരികയാണ്. അതുപോലെ റോസ് വുഡ് സോഫ സെറ്റ്, അതായത് ഒരു 100 വെറൈറ്റീസോളം എൻ്റെ അടുത്തുണ്ട് ഡിഫറെന്റ്. കേരളത്തിൽ ഇവിടുത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്, കേരളത്തിന്റെ ഡിസൈൻസ് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ഡൈനിങ് ടേബിള്, ഇവിടുത്തേർക്ക് ഒരു ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ടേബിൾ 5000 രൂപ 6000 രൂപയ്ക്ക് കിട്ടണം. ഇവിടെ ഒരു ചെയറിന് 5000 രൂപ വിലയാണെങ്കിൽ അത് വാങ്ങിക്കാൻ കണ്ട ആൾക്കാരുണ്ട്, ക്വാളിറ്റി. അത് പിന്നെ റോസ് വുഡ് ഇവിടെ വളരെ കുറവാണ്, തമിഴ്നാട്ടിലെ റോസ് വുഡ് വിൽക്കുന്ന കടകൾ കുറവാണ്. റോസ് വുഡ് ഇവിടെ ബാൻ ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കേരളത്തിൽ നിന്നും ബില്ലോട് കൂടി വരുന്നതുകൊണ്ട് നമുക്ക് അതൊരു വലിയ ഇതൊന്നുമില്ല, ഒന്നും പ്രശ്നമില്ല. എല്ലാം ബില്ലോടുകൂടി എല്ലാ പാർട്ടീസും സപ്ലൈ ചെയ്യുന്ന ബില്ലോട് കൂടിയാണ്.